അപ്പോൾ ഒരു രാവിലത്തെ ബാക്കിയാണ്. കുറച്ചിട്ടിരുന്നു വീഡിയോ. അതിന് വലിയ വീഡിയോ ആയിട്ട് ലെങ്ത്ത് കൂടുമ്പോഴാണ് കുറച്ച് ഇട്ടണത്. അപ്പോൾ ബാക്കിയാണത്. ഇന്നലെ ഇട്ട ബാക്കിയാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ കുളി കഴിഞ്ഞൊക്കെ വന്ന ശേഷം നമ്മൾ അടുപ്പിലത്തെ വെണ്ണീറൊക്കെ എടുക്കുക, ശുദ്ധാക്കുക. ചിലപ്പോൾ അതിന് മുമ്പേ വെണ്ണീറൊക്കെ കോരും. ഇന്ന് കുറച്ച് വൈകി വെണ്ണീറൊക്കെ കോരി നമുക്ക് തീ പിടിപ്പിക്കാം. ഒന്ന് തുടച്ചൊന്ന് വിട്ടിട്ട് തീ കത്തിക്കാം. തീ പിടിച്ച് കിട്ടിയ സുഖമാണ്. തീ പിടിക്കാൻ മാത്രം ഒരു ലേശം പൊടിക്ക് ഇതുണ്ട്. തീയാൻ പിടിച്ചു കഴിഞ്ഞാണല്ലോ സൂപ്പറായിട്ട് കത്തും. നല്ല വിറകാവണമെന്ന് മാത്രമേ ഉള്ളൂ, അടിപൊളിയായിട്ട് കത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ വിറകൊക്കെ ചൂടാവട്ടെ. പണ്ടൊക്കെ 4 വിറം കൊടുന്ന് വെക്കണമുണ്ട് ഇടയ്ക്കൂടെ. അങ്ങനെ നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ച് തീ കത്തിച്ചു. എല്ലാവരും ചെയ്യണത് തന്നെയാണ്. ഇപ്പൊക്കെ അടുപ്പുള്ളവർക്കൊക്കെ അടുപ്പിൽ വയ്ക്കാം. ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്താ ചെയ്യുക, ഗ്യാസിൽ തന്നെ വെക്കണം. നമുക്ക് അടുപ്പും വിറകൊക്കെ ഉണ്ടാവും കൊണ്ട് അടുപ്പിൽ വെക്കലുണ്ട് ഇടയ്ക്ക് നല്ല മുക്കാൽവാശി വെക്കലുണ്ട്. അത് വേഗമാവും. ഗ്യാസിനേക്കാളും വേഗം അടുപ്പാണ് പെട്ടെന്നാവുക. അപ്പോൾ ചോറിന് വെള്ളം വെച്ചു, അരിയിട്ടു, തിളച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കടല വേവിക്കുന്നുണ്ട്. ചപ്പാത്തിക്കും കറിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് കറിക്കാണ് കടല ഉണ്ടാക്കുന്നത്. അത് രാത്രി കിടക്കുമ്പോഴേ കുതിരാൻ വയ്ക്കും, രാവിലെ വേവിക്കുക, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറൊക്കെ തിളച്ച് മറിയുന്നുണ്ട്. ഇങ്ങനെ കടല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അതൊക്കെ വേറെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. 2-3 അടുപ്പിൽ ഇങ്ങനെ 2-3 വെച്ചാൽ വേഗം ആവും. നമ്മൾ ഒന്നിൽ മാത്രം വെച്ചെടുക്കുമ്പോൾ കുറേ താമസമാവും. അപ്പോൾ 2-3 സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് പാല്, ചായ, കറി, ചോറ്, പിന്നെ ഗോതമ്പ് മാവ് ഇപ്പോൾ കുഴക്കണമുണ്ട് നമുക്ക് ചപ്പാത്തിക്ക്. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം ആവണമല്ലോ പെട്ടെന്ന്. അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മുടേതായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. കറിക്ക് ഒരു ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, ഉള്ളി എല്ലാം ഇട്ട് ഞാൻ അരച്ചെടുക്കും. 2 സ്പൂൺ തൈര് ഒഴിക്കും. അപ്പുറത്ത് പാലും ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇടാൻ മറന്നുപോയി, വെളുത്തുള്ളി. അപ്പോൾ വീണ്ടും ഇടുകയാണ്. എല്ലാം കൂടി അരച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക, വേറെ രീതിയിലും വയ്ക്കുക. ഒക്കെ വറുത്തിട്ട് അതിൽ കൊട്ടിയിട്ട് നല്ലോണം നമുക്കൊന്ന് തിളപ്പിക്കാം. ഈ അരവിന് ഇഞ്ചി, വെളുത്തുള്ളി, ശേഷം ഒരു വലിയ ഉള്ളി, തക്കാളി, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇടും. നല്ലൊരു വറവിട്ട് കൊടുത്ത ശേഷം അതിൽ ഒഴിച്ച് പാകത്തിന് വെള്ളമാക്കി തിളപ്പിച്ച ശേഷം നമ്മുടെ കടലേനെ അതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വേവട്ടെ. അപ്പോൾ നമ്മുടെ കടലക്കറി സെറ്റാവും. ചോറായി. ചപ്പാത്തി ഉണ്ടാക്കുക, ചോറ് കഴിക്കുക. ബീൻസ് ഉപ്പേരി ഇടാൻ ഇട്ടിട്ടില്ല. ബീൻസ് ഉപ്പേരിയും മുരിങ്ങക്കായ കൂട്ടാനും ഉണ്ട് ഉച്ചയാകുമ്പോഴേക്ക്. അത് ഇട്ടിട്ടില്ല. ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.